ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈ ഫോക്കസ്. നല്ല തണുത്ത വെളുപ്പം കാലത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാം? ഞങ്ങൾ ചെസ്റ്റർ യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ് കേട്ടോ. ഈശ്വരിക്ക് ഇന്ന് BRP കളക്ട് ചെയ്യണം. അപ്പം BRP കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, ഈശ്വരുടെ ഫസ്റ്റ് ഡേ ആണ് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോകുന്ന ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, നല്ല തണുപ്പാണ്. ഈശ്വരി എങ്ങനെയുണ്ട് തണുപ്പ്? നല്ലതല്ലേ? ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് BRP കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ BRP കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ടും പിന്നെ നമ്മുടെ വിസാൻ്റെ കൂടെ കിട്ടിയ ഒരു ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. അത് നിർബന്ധമില്ല, പക്ഷേ പാസ്പോർട്ട് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് 10 ദിവസം ഐസൊലേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഐസൊലേഷൻ കിട്ടിയതുകൊണ്ട് ഞങ്ങളത് നേരത്തെ യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇൻഫോം ചെയ്തതുകൊണ്ട് അവർ നമുക്ക് മറ്റൊരു ഡേറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റാണ് 29, അതായത് ജനുവരി 21 കേട്ടോ. ജനുവരി 21 നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പം നമ്മൾ മെയിൽ അയച്ചതുപോലെ ഐസൊലേഷൻ കഴിഞ്ഞേ വരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഐസൊലേഷൻ കഴിഞ്ഞിട്ട് അവരുടെ റൂൾസിൽ എഴുതിയിട്ടുണ്ട്, ഇൻ കേസ് നമുക്ക് ഐസൊലേഷൻ ഉണ്ടെങ്കിൽ ഐസൊലേഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ചെല്ലണം. അപ്പോൾ നമുക്കൊരു ലിങ്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മെയിൽ വഴി. അതുവഴി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാമായിരുന്നു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തു. അറിയത്തില്ല ഇന്ന് 10:30ക്ക് 21 ജനുവരി 10:30ക്ക് അപ്പോയിൻമെൻറ്റ്. നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചുള്ള കാര്യങ്ങളും, അതായത് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. എങ്ങനെ അഡ്മിഷൻ എടുക്കാം, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഫുള്ള് കാണുക. ഫുള്ള് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ UK വരിക അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് സ്റ്റേഷനിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എടുക്കാൻ പറ്റിയില്ല, അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. ഇതാണ് ലൈം സ്ട്രീറ്റ് സ്റ്റേഷനിൽ നിന്ന് ചെസ്റ്ററിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ടൈമിങ്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം Aയിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ലൈം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയമാണ് ഈ പ്ലാറ്റ്ഫോം എവിടെയാണെന്നുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് നോർത്തേൺ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോഴാണ് ഒരാളുടെ ചോദിച്ചോ പറഞ്ഞത് ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ Aയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ Aയിലേക്ക് പോയി എസ്കലേറ്റർ ഇറങ്ങി താഴേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ വിരാൽ ലൈനിൽ പോകുന്ന സ്റ്റോപ്പുകളിലൊക്കെ നമ്മൾ പോകുന്നത് ചെസ്റ്ററിലേക്ക് പോകുന്നത് വിരാൽ ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നതാണ് വിരാൽ ലൈൻ. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റോപ്പുകളെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ട്രെയിനിൻ്റെ ഫുൾ മാപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേഷനാണ് പോകുന്നതെന്ന് അതിനകത്ത് നോക്കി മനസ്സിലാക്കാം. ഉണ്ടെങ്കിൽ ട്രെയിൻ പോയിങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ചെസ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം Aയിൽ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം A ഞാൻ കാണിച്ചു തരാം. ഇത് അണ്ടർഗ്രൗണ്ടാണ്. നമുക്ക് റോഡിലേക്കുണ്ട ഒരു സൈഡിലോട്ട് പോയി. അവിടെ നിന്നാണ് വരുന്നതല്ലേ.
സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിർക്കിൻ ഹെഡ് എത്തിയിട്ടുണ്ട്. ബിർക്കിൻ ഹെഡ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അതിൽ, പക്ഷെ എന്നാലും ഫാസ്റ്റാണ്. ഇത് വന്നിരിക്കുന്നത് മേഴ്സി സൈഡ് റിവർ ക്രോസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. മേഴ്സി സൈഡ് റിവറിന് ക്രോസിങ് ആയിട്ട് ഒരു ടണലുണ്ട്. ആ ടണലിനുള്ളിൽ കൂടെയാണ് വന്നത്. ഇത്ര നേരം ഇരുട്ടായിരുന്നു ഇവിടെ, ഒന്നും അധികം കാണാനൊന്നും ഇല്ലായിരുന്നു. ട്രെയിനകത്ത് വെട്ടമുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മളെ അങ്ങനെ ഫേസല്ല, ട്രെയിനകത്ത് വെട്ടമുണ്ടായിരുന്നെങ്കിലും ഈ ഇരുട്ടായതുകൊണ്ടേ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റൂലായിരുന്നു കേട്ടോ. അതെ, അങ്ങനെ ബിർക്കിൻ ഹെഡ് സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്ത് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിവർപൂളിൽ നിന്ന് ചെസ്റ്ററിന് പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. ഇതിൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇതിന് സംസാരിക്കുള്ളൂ, മറ്റെല്ലാവരും സൈലൻ്റായിട്ടിരിക്കുകയാണ്. എല്ലാം ഒരുപോലത്തെ വീടുകളല്ലേ. എല്ലായിടത്തും കിച്ചണിൽ മറ്റേ സംഭവമുണ്ട്, മുകളത്തെ ഗ്ലാസ്, പുക വരുന്നതല്ല, മുകളത്തെ ഗ്ലാസ് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ടല്ലേ, റോക്ക് ഫെറി. ആദ്യത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ UK-യിലത്തെ. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെസ്റ്ററിലേക്കാണ് പോകുന്നത്. ഈ ട്രെയിൻ ചെസ്റ്റർ വരെ ഉള്ളൂ അല്ലേ? ഈശ്വരി എങ്ങോട്ടാണ് പോകുന്നത്? ചെസ്റ്ററിലേക്കാണ് പോകുന്നത് അല്ലേ? ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പോകുന്നതിൻ്റെ എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, BRP വാങ്ങാനല്ലേ പോകുന്നത്? ഓക്കെ, അപ്പം ഐശ്വര്യമായിട്ട് BRP വാങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ ഞാനും അവിടെ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് BRP കളക്ട് ചെയ്യേണ്ട സ്ഥലം ഒരേ ലൊക്കേഷൻ തന്നെ കിട്ടിയത് അല്ലേ? അല്ല, ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും നമ്മൾ അടുത്ത് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏതാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇതിനകത്ത് പതുക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റാരും സംസാരിക്കുന്നില്ല കേട്ടോ, നമ്മൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇത് ബിബിങ്ടൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ബിബിങ്ടൺ ഇവിടെ എല്ലാ വീടുകളിലും ഇതുണ്ടല്ലേ, ഒരു ബാക്ക് യാർഡ് ഉണ്ടല്ലേ. ഗുരുഗ്രാം പറഞ്ഞാൽ കുറേ സ്റ്റേഷനുണ്ട്. നമ്മൾ മുമ്പ് കാണിച്ച മാപ്പിൽ ഉള്ള സ്റ്റേഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേഷൻ്റെ പേര് കണ്ടോ, പോർട്ട് സൺലൈറ്റ്. ഇവിടെ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന മേഴ്സി റെയിൽ എന്ന് പറയുന്ന ട്രെയിനാണ്. അതായത് ലിവർപൂളിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളെല്ലാം മേഴ്സി റെയിൽ എന്ന് പറയുന്ന ഒരു സർവീസിൻ്റെ കീഴിലാണുള്ളത്.
ഓരോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇതുപോലെ എടുക്കുമ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കാം. ഡബിൾ ബെല്ലടിച്ചാണ് പോകുന്നത്. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഓരോ പലതരത്തിലുള്ള കൃഷി. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം അതിനകത്ത് കയറി. നമ്മളവിടെ കയറി ജസ്റ്റ് എങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് ഇതിൽ നിർത്തട്ടെ, മറിഞ്ഞു വീഴും. അങ്ങനെ നമ്മൾ ചെസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. കേട്ടില്ല. ഇവിടുന്ന് അപ്പോൾ നമ്മൾ ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വരാൻ വേണ്ടിയിട്ട് ചെസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. നമുക്ക് ഒരു 12 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അവിടെ നടന്നു പോകാം. റോഡിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. റോഡിൻ്റെ സൈഡിൽ കൂടെ സേഫായിട്ട് നടന്നു പോയാൽ മതി. മാപ്പിനകത്ത് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ചെസ്റ്റർ ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്കാണ് BRP കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
ഇതാണ് നമ്മൾ ഇൻഫിനിറ്റിയുടെ വീഡിയോയ്ക്ക് ഒത്തിരി അതെ ജി ഇൻഫിനിറ്റിയുടെ ചാനലിൽ കണ്ടിരുന്നു ഈ ആ പുള്ളി തുരങ്കം എന്നാണ് പറഞ്ഞത്. ശരിക്കും തുരങ്കമാണ്, ടണലാണ്. അപ്പോൾ ഇതിനകത്തോടെ ഇറങ്ങി വേണം നമ്മൾ പോവാനായിട്ട്. അതോ പുള്ളി അവിടെ നിന്നാണോ കയറി വന്നത്? അപ്പോൾ ഇതാണ് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടണലുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറം പോകണം. അപ്പുറം പോയിട്ടാണ് ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആദ്യമായിട്ട് ഇച്ചിരി VIP കളക്ട് ചെയ്യാൻ പോവാണ്. ഈ എവിടെ നിന്ന് അങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ബിൽഡിങ് ഇതാ അവിടെയാണ്. അതെ, ആദ്യത്തെ ഒരു ടണൽ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ടണലും ഉണ്ട്. എന്തായാലും ജി ഇൻഫിനിറ്റിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ചെസ്റ്ററിൽ തന്നെ എത്തി, കറക്റ്റായിട്ട് വഴി കണ്ടെത്തി എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് കയറാം. ഇവിടെ ബസ് വരുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ഇതുപോലുള്ള ചെറിയ സ്കൂട്ടറുകൾ വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ പേ ചെയ്തിട്ട് എടുത്തുകൊണ്ട്. ജിഞ്ചർ എന്നാണ് സർവീസിൻ്റെ പേര്. പല സ്ഥലങ്ങളിലും പല സർവീസിലുള്ള സ്കൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ഇത് ചെസ്റ്റർ ബസ് ഇൻ്റർചേഞ്ച് ആണ്, ബസ് സ്റ്റേഷനാണ് ഇവിടെ. ഇതാണ് ചെസ്റ്റർ ഇൻ്റർനാഷണൽ സെൻറ്റർ. ഇതിനകത്താണ് നമ്മൾ കയറേണ്ടത്. ഇതാണ് ചെസ്റ്ററിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്റർ. പക്ഷേ ഇത് ടെമ്പറൻസ് ഹോളാണ്. ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വേറെ ലൊക്കേഷൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോവാണ്. ഇതാണ് നമ്മൾ ക്രോസ് ചെയ്യുന്ന അടുത്ത സബ്വേ. എല്ലാ സ്ഥലങ്ങളിലും ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടേ ഇതുപോലുള്ള സബ്വേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും റൗണ്ട് അബൌട്ടിലേക്ക് കൊണ്ടൊന്നും ചാടി കിടക്കരുത്, അല്ലേ? എന്നിട്ട് ഇതിലേക്കൂടെയുള്ള സബ്വേയിൽ പോവുക, സേഫായിട്ട് പോവുക. രാത്രിയൊക്കെ ആകുമ്പം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവുക. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സബ്വേ ഉണ്ട്. ആ സബ്വേയിലൂടെ കയറി പോവുക. അപ്പോൾ നമുക്ക് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴി ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ മാപ്പിൽ നോക്കി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. നല്ലൊരു നടത്തമാണ് നടന്നത്. പക്ഷെ എന്നാലും നമുക്ക് അധികം അറിയാനില്ല, തണുപ്പായതുകൊണ്ട്. ഇതുണ്ടോ ചെസ്റ്റർ സ്റ്റുഡൻറ്റ് ലെറ്റ്സ്. ഇവിടെയൊക്കെ ഒരുപാട് അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് അക്കോമഡേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവ് ആണ്. യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും BRP കളക്ട് ചെയ്യുന്നത് അവരുടെ വിസയുടെ കൂടെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും ഏത് അഡ്രസ്സിൽ നിന്നാണ് നമുക്ക് BRP കളക്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഞങ്ങൾക്ക് എക്സ്റ്റൻ പാർക്കിലുള്ള ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ബിങ്ക് ബിൽഡിങ്ങിൽ നിന്നാണ് കളക്ട് ചെയ്യാൻ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പേരുണ്ടായിരുന്നില്ല. ബിൽഡിങ്ങിൻ്റെ പേര് ഞങ്ങൾ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ പോയപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പം ഇതാണ് ബിങ്ക് ബിൽഡിങ്, ആ റൈറ്റ് സൈഡിൽ കണ്ടത്. UK ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.